ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പച്ചക്കപ്പ കൊണ്ട് ആവിയിൽ വേവിച്ച ഒരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പച്ചക്കപ്പ എടുത്തിട്ടുണ്ട്, നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ നെടുകെ ഇങ്ങനെ പിളർന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു നാരിനെ നമുക്കങ്ങ് എടുത്ത് മാറ്റാമേ. നാര് മാറ്റിയതിന് ശേഷം ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അതിൻ്റെ അതിനെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കപ്പ നന്നായിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പ നന്നായിട്ട് കഴുകി 4-5 പ്രാവശ്യം കഴുകി ആ ഒരു സ്റ്റാർച്ചൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് മധുരത്തിനനുസരിച്ചുള്ള നമ്മുടെ ശർക്കര ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉണ്ട് എങ്കിൽ ഈ ഒരു ടൈമിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് നെയ്യാണ് കേട്ടോ. ഇതുപോലെ നെയ്യ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കുന്നുണ്ട്. നെയ്യും കൂടെ എടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. നല്ല മണമാണ്. നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തിരുമി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. നമുക്കിനി വാഴയിലയിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ നമ്മളെ മരച്ചിനീൻ്റെ ആ ഒരു കൂട്ട്, നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഇതിനെ മരച്ചിനി എന്നാണ് പറയുന്നത്, ആ ഒരു ഇതിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 അറ്റവും ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കപ്പ കൂടുതൽ എടുക്കുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് തന്നെ ശർക്കരയും അതുപോലെ തന്നെ ഇതിലൊക്കെ വ്യത്യാസം വരും. തേങ്ങയിലൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നമുക്ക് നമ്മുടെ ഉണക്ക മുന്തിരിയോ അതുപോലെ തന്നെ എന്തെങ്കിലും നട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു ടൈമിന് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതിനെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇതിന് ഏറ്റവും കോമ്പിനേഷനായിട്ട് വരുന്നത് നമ്മുടെ കട്ടൻ ചായയും ഇതുമാണ് കേട്ടോ. നമ്മളെ പാൽ ചായയേക്കാളും കട്ടൻ ചായയോടൊപ്പം കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് എടുത്ത് ലാസ്റ്റാണ് ഞാൻ ഈ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതിന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, നല്ല അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.